2024 മോഡൽ യമഹയുടെ എല്ലാ ബൈക്കിൻ്റെയും ഓൺ റോഡ് പ്രൈസും ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2024 ആയതോടുകൂടി പ്രൈസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഓരോ മോഡലിനും പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഏകദേശം കറക്റ്റ് പ്രൈസാണ് പറയാൻ പോകുന്നത്. ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. ഫസ്റ്റത്തെ മോഡൽ യമഹയുടെ FZX 155 ആണ്. യമഹയുടെ ഒരു 155cc നിൽക്കുന്ന ഒരു റെട്രോ മോട്ടോർ സൈക്കിളാണ് FZX. ഇതൊരു 155cc ബൈക്ക് ആണെങ്കിലും നമ്മുടെ MT15 അല്ലെങ്കിൽ R15 വേർഷൻ 4 കണ്ടിട്ടുള്ള സെയിം എഞ്ചിനല്ല ഈ ഒരു ബൈക്കിന് വരുന്നത്. യമഹയുടെ FZX V4 കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിനുള്ളൊരു മോഡലാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന് MTയുടെ പവറോ അല്ലെങ്കിൽ V4 പവറോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട. ബാക്കിയുള്ള ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബൈക്കിന് സെയിൽസും കുറച്ച് കുറവാണ്. ഇപ്പോൾ 2024 മോഡൽ ക്രോം എഡിഷനായിട്ട് അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലിന് വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കളർ സ്കീമിലാണ് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഒരു ക്രോം എഡിഷൻ കളറിലാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 149cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ ആയിട്ടുള്ള ഒരു SOC എഞ്ചിനാണ്. 12.2 bhp പവറും 13.3 Nm ടോർക്കുമാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കാണ്. ബാക്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. ഇനി ബ്രേക്സ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS ബാക്കിൽ ഒരു ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഈ ഒരു ബൈക്കിന് യമഹ കൊടുത്തിട്ടുണ്ട്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 48 ആണ്. മാക്സിമം ടോപ്പ് എൻഡ് ഏകദേശം 120 ആണ്. ഇനി ഈ ഒരു ബൈക്കിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 1,74,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്തത് നമ്മുടെ യമഹയുടെ മറ്റൊരു 150 മോഡലായിട്ടുള്ള FZX V4 ആണ്. യമഹയുടെ അത്യാവശ്യം നല്ലൊരു സെയിൽസ് ഉള്ളൊരു FZന്റെ സീരീസ് മോഡലാണ് FZXന്റെ V4 മോഡൽ. വേർഷൻ 4 ആയതുകൊണ്ടുകൂടി ഡിസൈൻ്റെ ഭാഗത്തുനിന്നും എഞ്ചിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എഞ്ചിൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനും നേരത്തെ പറഞ്ഞ FZന്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. അതായത് 149cc സിംഗിൾ സിലിണ്ടർ SOC എഞ്ചിൻ തന്നെയാണ്. 12.3 bhp പവറും 13.3 Nm ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ്. 13 ലിറ്റർ ഫ്യൂൽ ടാങ്കിൽ കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 60 ആണ്. ഏകദേശം 50 to 55 തന്നെ ഈ ഒരു ബൈക്കിന് മൈലേജ് കിട്ടുന്നുണ്ട്. നല്ലൊരു മൈലേജ് ഉള്ള മോഡലാണ്. ഇനി FZX V4ന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് 1,56,000 രൂപയാണ് ഓൺ റോഡ്. അടുത്തത് നമ്മുടെ യമഹയുടെ ടോപ്പ് സെല്ലിംഗ് മോഡലായിട്ടുള്ള MT15 ആണ്. MT15ന് ഇതുവരെ ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെ 2024 മോഡലാക്കിയിട്ട് അവർ കൊണ്ടുവന്നിട്ടില്ല. മുമ്പത്തെ അതേ ഒരു കളർ സ്കീമിലും മുമ്പത്തെ അതേ സ്പെക്സ് തന്നെയാണ് ഈ ഒരു മോഡൽ ഇപ്പോൾ ഉള്ളത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 155cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു SOC VVA ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 18 bhp പവറും 16 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ട്രാക്ഷൻ കൺട്രോളൊക്കെ ഈ ഒരു ബൈക്കിന് അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. 55 ആണ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ്. ഈ ഒരു സെഗ്മെന്റിലെ തന്നെ നല്ലൊരു മൈലേജ് ഉള്ള മോഡലും കൂടിയാണ്. പിന്നെ നല്ലൊരു ഇനീഷ്യൽ പവർ ഉണ്ട്, മിഡ് റേഞ്ച് ഉണ്ട്, നല്ലൊരു ടോപ്പ് എൻഡ് ഉണ്ട്. ഏകദേശം 145 ആണ് ടോപ്പ് എൻഡ് വരുന്നത്. MT15ന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് 2,15,000 രൂപയാണ് ഓൺ റോഡ്. അടുത്തത് നമ്മൾ യമഹയുടെ ഫുള്ളി ഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് മോഡലായിട്ടുള്ള യമഹയുടെ R15 വേർഷൻ 4 ആണ്. V4ന് ചെറിയ കളർ സ്കീമിനൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് 2024 മോഡലിന്. 2024 മോഡൽ പുതിയൊരു കളർ സ്കീമിലാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഒരു മാറ്റം വന്നിട്ടില്ല. എഞ്ചിൻ നോക്കുവാണെങ്കിൽ നമ്മളെ MT15 കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിനാണ്. 155cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു SOC എഞ്ചിനാണ്. MT15 കാട്ടിയും ടോപ്പ് എൻഡ് V4 വരുന്നത്. ഇതൊരു 155cc ബൈക്ക് ആണെങ്കിലും ടോപ്പ് എൻഡിന്റെ കാര്യത്തിൽ 200cc ബൈക്കിനെ കാട്ടിയും ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കിക്ക് ഷിഫ്റ്റർ ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ V4ന് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു ബൈക്കിന് അവൈലബിൾ ആണ്. യമഹ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി V4ന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 2,30,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അടുത്ത ബൈക്ക് നമ്മുടെ യമഹയുടെ MT03യും YZF R3 ആണ്. നേരത്തെ പറഞ്ഞ എല്ലാ മോഡലും സിംഗിൾ സിലിണ്ടർ മോഡലാണ്. ഈ ഒരു മോഡൽ ടിൻ സിലിണ്ടർ മോഡലാണ്. MT03 ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററും R3 ഒരു ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കാണ്. ഈ രണ്ട് ബൈക്കിനും സെയിം ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 323cc പാരലൽ ടിൻ സിലിണ്ടർ ആയിട്ടുള്ള DOC ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 41 bhp പവറും 29.5 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. വേറെ വലിയ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ബൈക്കിന് അവർ കൊടുത്തിട്ടില്ല. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് സിംഗിൾ സിലിണ്ടർ മോഡലല്ല, ടിൻ സിലിണ്ടർ മോഡലാണ്. പിന്നെ CBU യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു ബൈക്കിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2023 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് MT03യും R3യും. MT03ക്ക് 5,77,000 രൂപയും R3ക്ക് 5,83,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്.